اللهم صل على سيدنا محمد الفاتح لما ولق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم وبه نستعين. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمصنف هذا الكتاب. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. വളരെ പ്രധാനപ്പെട്ട ഒരു ഹിക്മത്താണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അറുപത്തിയേഴാമത്തെ ഹിക്മത്ത് ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങൾ പറയാണ്, ഇദാ റഅയ്ത അബ്ദൻ, നീ ഒരു അടിമയെ കണ്ടാൽ, അഖാമഹുല്ലാഹു തആല, അള്ളാഹു അദ്ദേഹത്തെ നിർത്തിയിരിക്കുന്നു, ബി വുജൂദിൽ ഔറാദി, പതിവാരാധനകളുടെ സാന്നിധ്യം കൊണ്ട് അള്ളാഹു അദ്ദേഹത്തെ നിർത്തിയിരിക്കുന്നു. ഇദാ റഅയ്ത അബ്ദൻ, നീ ഒരു അടിമയെ കണ്ടാൽ, അഖാമഹുല്ലാഹു തആല, അള്ളാഹു തആല അദ്ദേഹത്തെ നിർത്തിയിരിക്കുന്നു, ബി വുജൂദിൽ ഔറാദി, പതിവാരാധനകളുടെ സാന്നിധ്യം കൊണ്ട്. ഒരടിമ എപ്പോഴും പതിവായിട്ട് നിസ്കരിക്കുന്ന ആളാണ്, ഔറാദുകൾ ചെല്ലുന്ന ആളാണ്, എപ്പോൾ നോക്കിയാലും അവൻ എന്തെങ്കിലുമൊക്കെ അമലുകൾ ഇങ്ങനെ ചെയ്യുന്ന ആളാണ്. അങ്ങനത്തെ ഒരടിമയെ നീ കാണുകയാണ്. മാത്രമല്ല, വ അദാമഹു അലൈഹ, ആ പതിവാരാധനകളുടെ മേൽ അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? അല്ലാഹു തആല നിത്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും 27-ാം രാവിനോ അല്ലെങ്കിൽ റബീഉൽ അവ്വൽ 12-നോ മാത്രമല്ല. വ അദാമഹു അലൈഹ, അള്ളാഹു ആ ആരാധനകളുടെ മേൽ അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? നിത്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതോടുകൂടെ? മഅതൂലിൽ ഇംദാദ്, സുദീർഘമായ അള്ളാഹുവിന്റെ പിന്തുണയോടുകൂടെ. സുദീർഘമായ അള്ളാഹുവിന്റെ പിന്തുണയോടുകൂടെ ആ വ്യക്തി ആ ആരാധനകൾ നിത്യമായി തന്നെ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരടിമയെ നീ കണ്ടാൽ, ഫലാ തസ്തഹ്ഖിറന്ന, നീ നിസ്സാരപ്പെടുത്താൻ പാടില്ല. മാ മനഹഹു മൗലാക്, നിന്റെ റബ്ബ് അവനക്ക് ഒരുക്കി കൊടുത്ത ഒന്ന്, അതിന്റെ പേരിൽ നീ അവൻ എന്ത് ചെയ്യാൻ പാടില്ല? നിസ്സാരപ്പെടുത്താൻ പാടില്ല. അവനെ ഈ ഔറാദുകൾ ചെല്ലുന്ന മേഖലയിലേക്ക് തിരിച്ചത്, നിരന്തരമായ ആരാധനകളുടെ മേലിലേക്ക് തിരിച്ചത് അള്ളാഹുവാണ്. അത് എങ്ങനെയാണെങ്കിലും ശരി, ലി അന്നക, നിശ്ചയമായിട്ടും നീ, ലം തറ അലൈഹി സിയമൽ ആരിഫീൻ, ആ വ്യക്തിയിലേക്ക് നോക്കുമ്പോ നീ ആരിഫീങ്ങളെ അടയാളമൊന്നും കാണുന്നില്ല. ആരിഫീങ്ങളുടെ അടയാളമൊന്നും ആ വ്യക്തിയിലേക്ക് നോക്കുമ്പോ എന്ത് ചെയ്യുന്നില്ല? കാണുന്നില്ല. അവനിൽ ഒരു കറാമത്തുള്ളതായിട്ടോ, അല്ലെങ്കിൽ ഒരു ദുആക്ക് ഇജാബത്തുള്ളതായിട്ടോ, അല്ലെങ്കിൽ സവിശേഷമായ ഇർഫാനിന്റെ ഒരു ഗുണവും അദ്ദേഹത്തിൽ നീ കാണുന്നില്ല. ലി അന്നക, നിശ്ചയമായിട്ടും നീ, ലം തറ അലൈഹി, അവന്റെ മേൽ നീ കാണുന്നില്ല, സിയമൽ ആരിഫീൻ, ആരിഫീങ്ങളുടെ അടയാളമൊന്നും എന്ത് ചെയ്യുന്നില്ല? ആ വ്യക്തിയിൽ കാണുന്നില്ല. വലാ ബഹ്ജത്തുൽ മുഹിബ്ബീൻ, അനുരാഗികളുടെ ശോഭയൊന്നും അദ്ദേഹത്തിൽ നീ കാണുന്നില്ല. അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കുമ്പോ അനുരാഗികളുടെ ശോഭയൊന്നും മുഖപ്രസന്നതയൊന്നും അദ്ദേഹത്തിൽ നീ കാണുന്നില്ല. എങ്കിലും നീ അദ്ദേഹത്തെ എന്ത് ചെയ്യാൻ പാടില്ല? നിസ്സാരപ്പെടുത്താൻ പാടില്ല. അദ്ദേഹത്തെ നിസ്സാരമാക്കിക്കൂടാ. കാരണം ഫലൗല വാരിദുൻ മാ കാന വിറുദുൻ, അദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദിവ്യപ്രകാശം നൽകിയില്ലായിരുന്നുവെങ്കിൽ മാ കാന വിറുദും, അദ്ദേഹത്തിൽ നിന്ന് വിറുദുണ്ടാവൂലായിരുന്നു. അദ്ദേഹം ഈ പതിവാരാധനകൾ ചെയ്യാനുള്ള കാരണം തന്നെ അദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്ക് അള്ളാഹുവിന്റെ തജല്ലി ഇറങ്ങുന്നു എന്നതിന്റെ അടയാളമാണ്. അതുകൊണ്ട് ആരിഫീങ്ങൾ അടയാളം അദ്ദേഹത്തിൽ കാണാത്തതിന്റെ പേരിലോ, അനുരാഗികളുടെ ഒരു മുഖപ്രസന്നതയോ ശോഭയോ തെളിച്ചമോ അദ്ദേഹത്തിൽ നീ കാണാത്തതിന്റെ പേരിലോ ഒരിക്കലും അദ്ദേഹത്തെ നീ എന്ത് ചെയ്യാൻ പാടില്ല? നിസ്സാരപ്പെടുത്താൻ പാടില്ല. ഇവിടെ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകൾക്ക് ഇബാദത്തെടുക്കാനുള്ള തൗഫീക്കിന് നല്ലോണം നൽകും. എപ്പോഴും സുന്നത്ത് നോമ്പൈക്കാരോ, അതുപോലെ തന്നെ എപ്പോഴും നിസ്കരിക്കുന്ന ആളാണ്. ളുഹ, തഹജ്ജുദ്, വിത്ർ എല്ലാം അതിൻ്റെ കമാലിയത്തോടുകൂടെ നിർവഹിക്കുന്ന ആളാണ്. എപ്പോഴും ഖുർആൻ ഓതുന്നവനായി നീ കാണും. പല അമലുകളും നിത്യമായി ആ വ്യക്തി ചെയ്യുന്നുണ്ടാവും. പക്ഷെ നീ എന്ത് ചെയ്യുന്നില്ല? ഒരു ആരിഫിന്റെ ലക്ഷണമോ അല്ലെങ്കിൽ ഒരു അനുരാഗിയുടെ, ഒരു ആശിഖുള്ളയുടെ ലക്ഷണമൊന്നും ചിലപ്പോൾ ഒന്നിൽ കാണൂല. എന്നാൽ പോലും നീ എന്ത് ചെയ്യാൻ പാടില്ല? അവനെ നിസ്സാരപ്പെടുത്തരുത്. കാരണം അവന്റെ ഹൃദയത്തിലേക്ക് അല്ലാഹു തആല ചില ദിവ്യ വെളിപാടുകൾ കൊടുക്കുന്നുണ്ട്. ആ വെളിപാട് കൊടുക്കുന്ന കാരണം കൊണ്ടാണ് അവനക്കിത് ചെയ്യാൻ തന്നെ തോന്നുന്നത്. നീ മനസ്സിലാക്കണം. ഒരിക്കലും ആ വ്യക്തി എന്ത് ചെയ്യാൻ പാടില്ല? നിസ്സാരപ്പെടുത്താൻ പാടില്ല. അല്ലെങ്കിൽ തന്നെ എല്ലാ ആരിഫീങ്ങളെയും നമുക്ക് അറിയാൻ കഴിയും. ഇനി ആരിഫീങ്ങളാണ് എന്ന് വെക്കുക, എന്നാൽ തന്നെ അവരെ മനസ്സിലാക്കാൻ കഴിയും. ഒരു വലിയന് മാത്രമേ മറ്റൊരു വലിയനെ തിരിച്ചറിയാൻ കഴിയുള്ളൂ. ഒരു ആരിഫിന് മാത്രമേ മറ്റൊരു ആരിഫിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? തിരിച്ചറിയാൻ കഴിയുള്ളൂ. അതന്നെ എല്ലാവർക്കും എല്ലാത്തിനെയും കുറിച്ച് എന്തുണ്ടായിക്കൊള്ളുന്നില്ല? അറിവുണ്ടായിക്കൊള്ളുന്നില്ല. നുജബായിനക്ക് ചിലപ്പോൾ നുഖബായിനെ കുറിച്ച് അറിഞ്ഞുകൊള്ളുന്നില്ല. നുഖബായിനക്ക് അബുദാലിനെ കുറിച്ച് അറിയില്ല. അബുദാലിനക്ക് ഔത്താദിനെ കുറിച്ചും അറിയില്ല. അപ്പോ ഇങ്ങനത്തെ ആളുകളെ നീ കാണുമ്പോൾ ഒരിക്കലും അവരെ നിസ്സാരപ്പെടുത്താൻ പാടില്ല. ബഹുമാനപ്പെട്ട സയ്യിദുന ഇമാം നവവി റളിയല്ലാഹു അൻഹു വെറും 45 വയസ്സിൽ വഫാത്തായ മഹാനാണ്. ഇന്നും നമ്മളെ ദറസിലെ കുട്ടികൾക്ക് ഫത്ഹുൽ മുഈൻ ഓതിക്കൊടുക്കുമ്പോൾ, മഹല്ലി ഓതിക്കൊടുക്കുമ്പോൾ, മറ്റു കിതാബുകൾ നമ്മൾ ഓതിക്കൊടുക്കുമ്പോൾ അതിലൊക്കെ ഇമാം നബവി തങ്ങളുടെ കയ്യൊപ്പുണ്ട്. ഇമാം നബവി തങ്ങളെ കയ്യൊപ്പില്ലാത്ത ഗ്രന്ഥങ്ങൾ വളരെ കുറവാണ്. റിയാദുസ് സ്വാലിഹീൻ ആണെങ്കിലും ഷർഹ് മുസ്ലിം ആണെങ്കിലും എല്ലാത്തിലും അദ്കാറാണെങ്കിലും ഇമാം നബവി തങ്ങളെ കയ്യൊപ്പ് അതിലൊക്കെ ഉണ്ട്. പക്ഷേ അദ്ദേഹം വഫാത്താകുന്നതിൻ്റെ കുറച്ച് ദിവസങ്ങൾ മുമ്പാണ് അദ്ദേഹം ഖുത്ബുസ്സമാനാണ് എന്ന് ലോകത്തിന് മനസ്സിലായത്. ഒരുപാട് ആരിഫീങ്ങളുള്ള നാടാണ്, സ്വാലിഹീങ്ങളാകുന്ന ഒരുപാട് ആളുകളുള്ള നാടാണ്. പക്ഷേ അദ്ദേഹം വഫാത്തിന്റെ കുറച്ച് മുമ്പാണ് അദ്ദേഹം ഒരു ഖുത്ബാണ് എന്ന് ലോകത്തിന് തിരിച്ചറിഞ്ഞത്. അതുകൊണ്ട് പതിവാരാധനകൾ നിത്യമാക്കുന്ന ഒരു വ്യക്തിയെ അടയാളങ്ങൾ കാണാത്തതിന്റെ പേരിൽ നീ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? നിസ്സാരപ്പെടുത്താൻ പാടില്ല. പിന്നെ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഒരുപാട് അധ്വാനങ്ങളൊന്നും ഇല്ലാതെ, ഒരുപാട് പരിശ്രമങ്ങളൊന്നും ഇല്ലാതെ അള്ളാഹുവിലേക്ക് എനിക്ക് കടക്കാൻ കഴിയും എന്നാണ് ഓരോ ആളുകളും ധരിച്ചിരിക്കുന്നത്. ഇപ്പൊ എത്രത്തോളം എന്നറിയോ? യാത്ര എന്ന് പറയുന്ന സംഭവമുണ്ട്. മഹാന്മാരാകുന്ന ആളുകളൊക്കെ യാത്ര എന്ത് ചെയ്തിട്ടുണ്ട്? പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ആ വീട്ടിൽ ഇങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ അങ്ങാടിയിൽ ഇങ്ങനെ സൊറ പറഞ്ഞിരിക്കും എന്നല്ലാതെ ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ച എത്രയോ അത്ഭുതങ്ങളുണ്ട്. അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാനും അള്ളാഹുവിനെ അറിയാനും നമ്മളെ ഹൃദയത്തിലേക്ക് അള്ളാഹുവിനെ കുറിച്ച് ബോധം തരുന്ന എത്രയൊക്കെ അടയാളങ്ങൾ അല്ലാഹു തആല ഈ ഭൂമിയിൽ വെച്ചിട്ടുണ്ട്. അതിലേക്കൊന്നും നമ്മൾ സഞ്ചരിക്കൂല, ആ ഭാഗത്തേക്ക് നമ്മൾ പോകൂല. എന്നാൽ നമുക്ക് അള്ളാഹുവിനെ കിട്ടും വേണം. ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു, അവിടുത്തെ അയ്യുഹൽ വലദ് എന്ന് പറയുന്ന ഏറ്റവും ചെറിയ ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്, ബില്ലാഹി, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ഇൻ തസിർ, നീ യാത്ര ചെയ്യുകയാണെങ്കിൽ, തറൽ അജായിബ ഫീ കുല്ലി മൻസിലിൻ, എല്ലാ സ്ഥലങ്ങളിലും നിനക്ക് അള്ളാഹുവിന്റെ അത്ഭുതങ്ങൾ കാണാൻ കഴിയും. എല്ലാ വസ്തുക്കളിലും അള്ളാഹുവിന്റെ അത്ഭുതങ്ങൾ കാണാൻ കഴിയും. നീ കാണുന്നതിൽ മുഴുവൻ അള്ളാഹുവിന്റെ അത്ഭുതങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അത് നിനക്ക് കാണാൻ കഴിയണമെങ്കിൽ എന്ത് ചെയ്യണം? നീ ആ നിലക്കുള്ള യാത്രകൾ പോകണം, എങ്കിലേ കാണാൻ കഴിയുള്ളൂ. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എപ്പോഴാണ് നമ്മളെ മരണം പിടികൂടുക എന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല. അതിൻ്റെ മുമ്പായി അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന ഒരു അടിമയായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മാറണം. അള്ളാഹുവിന്റെ തജല്ലി ഇറങ്ങുന്ന യഥാർത്ഥ അടിമയായി നമ്മൾ മാറണം. ഞാനൊരു ഉദാഹരണം പറയാണ്. ബഹുമാനപ്പെട്ട സയ്യിദുന സുലൈമാൻ നബി അലൈഹിസ്സലാം
സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ഒരു കഥ പറയുന്നുണ്ട് മഹാന്മാരാകുന്ന ആളുകൾ. അദ്ദേഹത്തിന്റെ അരികിലേക്ക് ഒരാൾ ഓടി വന്നുകൊണ്ട് പറഞ്ഞു, സുലൈമാൻ നബിയെ, ഒരാള് എന്നെ വല്ലാതെ എന്നെ തുറിച്ചു നോക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് കാറ്റിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അധീനപ്പെടുത്തി തന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് കാറ്റിനോട് എന്നെ ഒന്ന് ഹിന്ദുസ്ഥാനിലേക്ക്, ഇന്ത്യയിലേക്ക് എത്തിക്കാൻ പറയണം എന്ന് പറഞ്ഞു. സുലൈമാൻ നബി ആയിക്കോട്ടെ, എന്നാ ഞാൻ ഇന്ത്യയിലേക്ക് എത്തിക്കാന്ന് പറഞ്ഞ് കാറ്റിനോട് സുലൈമാൻ നബി കൽപ്പിക്കുകയും കാറ്റ് ഈ മനുഷ്യനെ ഇന്ത്യയിലേക്ക് എത്തിക്കുകയും ചെയ്തു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോ സുലൈമാൻ നബിക്ക് വിവരം കിട്ടി, താൻ ഇന്ത്യയിലേക്ക് പറഞ്ഞയച്ച ആ മനുഷ്യൻ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു. സുലൈമാൻ നബിക്ക് അത്ഭുതമായി, എന്താണ് ഇപ്പൊ സംഭവം? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബഹുമാനപ്പെട്ട മലക്ക് അസ്റായീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിച്ചു, അല്ല, ഒരു മനുഷ്യൻ വന്നിട്ട് എന്നോട് പറഞ്ഞ് എത്രയും പെട്ടെന്ന് എന്നെ ഇന്ത്യയിലേക്ക് നിങ്ങൾ എത്തിക്കണം എന്ന് പറയുകയും ഞാൻ അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് എത്തിക്കുകയും ചെയ്തു. എന്താണ് അതിൻ്റെ ഉള്ളിലുള്ള സിർറ് എന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട മലക്ക് അസ്റായീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, എന്നോട് അല്ലാഹു തആല പറഞ്ഞു, ഇന്നാലിന്ന ഒരു മനുഷ്യൻ, സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ നാട്ടിലൊരു മനുഷ്യനുണ്ട്. അപ്പൊ ഞാൻ ആ മനുഷ്യനെ നോക്കിയപ്പോൾ മനുഷ്യനെ ഞാൻ കണ്ടു. അദ്ദേഹത്തിന്റെ റൂഹ് നീ ഇന്ത്യയിൽ വെച്ച് പിടിക്കണമെന്ന് അള്ളാഹു എന്നോട് പറഞ്ഞു. ആ വ്യക്തി നിൽക്കുന്നത് എവിടെയാണ്? നിങ്ങളടുത്താണ്. ഇന്ത്യ എന്ന് പറയുന്നത് മാസങ്ങൾ യാത്ര ചെയ്താൽ എത്തിപ്പെടുന്ന ഒരു സ്ഥലമാണ്. അപ്പോ അവിടെ വെച്ച് അല്ലാഹു തആല എന്നോട് റൂഹിനെ പിടിക്കാൻ വേണ്ടി പറഞ്ഞ ഈ മനുഷ്യൻ നിങ്ങളെ അടുത്ത് നിൽക്കുന്നത് ഞാൻ കണ്ടപ്പോ ഞാൻ ആ വ്യക്തിയെ ഒന്ന് തുറിച്ചു നോക്കിയതാണ്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന്റെ ആത്മാവിനെ എവിടുന്നാണോ പിടിക്കാൻ തീരുമാനിച്ചത് അത് അവിടെ തന്നെ സംഭവിക്കും. എവിടെയാണെന്ന് പറയാൻ ഒരാൾക്കും കഴിയില്ല. അതൊരു തിങ്കളാഴ്ചയായിരിക്കാം, ചൊവ്വാഴ്ചയായിരിക്കാം, ഒന്നും നമുക്ക് നിർവചിക്കാൻ കഴിയില്ല. അതിൻ്റെ മുമ്പ് അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മരണപ്പെടണം. അപ്പോ സ്വാലിഹീങ്ങളാകുന്ന ആളുകളെ നമ്മൾ കാണുമ്പോൾ നല്ല അടയാളങ്ങളൊന്നും അവരിൽ കണ്ടോളണമെന്നില്ല. എന്നാൽ പോലും അവരെന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ നിസ്സാരപ്പെടുത്തിക്കൂടാ. അവരെ എന്ന് മാത്രമല്ല, അള്ള പടച്ച ഒരു ആളെയും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നിസ്സാരപ്പെടുത്താൻ പാടില്ല. ഒരിക്കൽ ബഹുമാനപ്പെട്ട സയ്യിദുന മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ബസ്രയിൽ കൂടെ നടക്കുകയാണ്. നല്ല വിശപ്പുണ്ട്. അങ്ങനെ ഒരു മാർക്കറ്റിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു സ്ഥലത്ത് ഒരുപാട് അത്തിപ്പഴങ്ങളും ആപ്പിളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? വിൽപ്പന നടത്തുന്നുണ്ട്. ആ സമയത്ത് മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു ശക്തമായ വിശപ്പുണ്ട്. ആ മാർക്കറ്റിലേക്ക് കയറി ചെന്നിട്ട് ആ മാർക്കറ്റിൽ നിൽക്കുന്ന വ്യക്തിയോട് പറഞ്ഞു, എനിക്ക് നിങ്ങൾ ഒരു അത്തിപ്പഴം തരുമോ? ഒരു ആപ്പിൾ നിങ്ങൾ എനിക്ക് തരുമോ? എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്. അപ്പൊ അതിൽ ജോലി ചെയ്യുന്ന പണിക്കാരൻ പറഞ്ഞു, ഇത് നിങ്ങൾക്ക് വെറുതെ തരാൻ കഴിയില്ല. ഇതിന് പകരമായി നിങ്ങൾ എന്തെങ്കിലും തരികയാണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഞങ്ങൾ എന്ത് ചെയ്യും? ഈ ആപ്പിള് അല്ലെങ്കിൽ ഈ അത്തിപ്പഴം തരാമെന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു ഒന്നും കൊടുക്കാനില്ല. അപ്പൊ നോക്കുമ്പോ ചെരുപ്പുണ്ട്. പക്ഷെ ആ ചെരുപ്പന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? നടന്നിട്ട് ഓട്ടയിട്ടുണ്ട്. അത് പൊക്കി കാണിച്ചു നോക്കുമ്പോൾ അവർ ഒന്നും എടുക്കൂല എന്ന് പറഞ്ഞു. ഇപ്പൊ മൂപ്പര് സ്വന്തം മനസ്സിനോട് തന്നെ പറഞ്ഞു, നീ ക്ഷമിക്കുക. മനസ്സിനെ കുറ്റപ്പെടുത്തി നീ എന്തിന് ദുന്യാവിന്റെ ഇച്ഛകളിലേക്ക് നീ പോകണം? എന്തിന് ഇതുപോലത്തെ ആഗ്രഹങ്ങൾ നീ ആഗ്രഹിക്കണം? നീ ക്ഷമിക്കുക എന്ന് പറഞ്ഞ് അദ്ദേഹം ഹൃദയത്തിനെ സമാധാനിപ്പിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ആ സമയത്ത് ഈ കടയിൽ നിൽക്കുന്ന മുതലാളിയോട് ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അത്തിപ്പഴം കൊടുക്കാതെ അല്ലെങ്കിൽ ആപ്പിൾ കൊടുക്കാതെ പറഞ്ഞയച്ച ആ മഹാനില്ലേ, അദ്ദേഹമാണ് ലോകപ്രസിദ്ധ അള്ളാഹുവിന്റെ ആരിഫായ മാലിക് ഇബ്നു ദീനാർ എന്ന് പറഞ്ഞു. ആ സമയത്ത് ഈ മുതലാളി കടയിൽ നിൽക്കുന്ന പണിക്കാരനോട് പറഞ്ഞു, നീ ആ കൊട്ട മുഴുവൻ അത്തിപ്പഴം നീ അദ്ദേഹത്തിന് കൊണ്ടുപോയി കൊടുത്താൽ ഞാൻ നിന്നെ സ്വതന്ത്രനാക്കുന്നു പറഞ്ഞു.
ഈ കുട്ടി ഓടിപ്പോയി. എന്നിട്ട് ആ കൊട്ട അത്തിപ്പഴം മാലിക് ബിൻ ദീനാർ തങ്ങളെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു, ഇത് മുഴുവൻ നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളൊരു വലിയ ആരിഫാണ്, ഒരു ആലിമാണ് എന്നുള്ളത് ഇപ്പോഴാണ് എൻ്റെ മുതലാളിക്ക് മനസ്സിലായത്. അതുകൊണ്ട് ദയവായി നിങ്ങൾ ഇത് സ്വീകരിക്കണം. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, എൻ്റെ ഇൽമിനെ വിറ്റുകൊണ്ട്, എൻ്റെ ഇർഫാനിനെ വിറ്റുകൊണ്ട് എനിക്ക് ഈ അത്തിപ്പഴം വേണ്ട. ഞാൻ എൻ്റെ നഫ്സിനോട് എപ്പോഴോ അതിനെ ക്ഷമിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് നടന്നുപോയി. ലോകം അറിയപ്പെടുന്ന ആരിഫാണ്, പക്ഷേ അദ്ദേഹത്തിലുള്ള ഇർഫാനിന്റെ അടയാളം ജനങ്ങൾക്ക് മനസ്സിലായില്ല, മുതലാളിക്ക് മനസ്സിലായില്ല. അങ്ങനെ ചില കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പോ പതിവാരാധനകൾ കൊണ്ട് ധന്യമാക്കുന്ന ഒരു അടിമയെ നീ കണ്ടാൽ അതിന്റെ മേൽ ആ വ്യക്തി നിത്യമായി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഒരിക്കലും ഫലാ തസ്തഹഖിറന്നമാ മനഹഹു മൗലാക്, നിന്റെ റബ്ബ് അവനക്ക് ഒരുക്കി കൊടുത്ത ആ ഒരു അനുഗ്രഹം, അതിനെ നീ എന്ത് ചെയ്യാൻ പാടില്ല, നിസ്സാരപ്പെടുത്താൻ പാടില്ല. അദ്ദേഹത്തിൽ നീ ആരിഫിന്റെ അടയാളം കാണൂല, ചിലപ്പോ അനുരാഗികളുടെ ശോഭയും കാണൂല, എങ്കിൽ പോലും നീ എന്ത് ചെയ്യാൻ പാടില്ല, അദ്ദേഹത്തെ നിസ്സാരപ്പെടുത്താൻ പാടില്ല. കാരണം അള്ളാഹുവിന്റെ തജല്ലി അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഇറങ്ങിയില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തിനേക്ക് ഈ പതിവാരാധന ചെയ്യാൻ കഴിയുമായിരുന്നില്ല. അത് നീ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ആരിഫീങ്ങളെ അറിഞ്ഞുകൊണ്ട്, ആരിഫീങ്ങളെ മനസ്സിലാക്കി അവരെ പിൻപറ്റി ജീവിക്കാനുള്ള സൗഭാഗ്യം നമുക്ക് നൽകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.